ശരി, കേരള കോൺഗ്രസ് വളരും തോറും പിളരും എന്നാണ് പറയുന്നത്. ഇപ്പൊ പിളരുവോ വളരുവോ എന്നൊന്നും അറിയാതെ ഇങ്ങനെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ്. അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് പോവോ എന്നറിയില്ല. കേരള കോൺഗ്രസിന്റെ യാത്ര എങ്ങോട്ട്, നരകത്തിലേക്കായിരിക്കും സ്വർഗത്തിലേക്കായിരിക്കും? നമ്മൾ അതിനെക്കുറിച്ച് കേരള കോൺഗ്രസ് പിള്ളയായിരിക്കുന്ന കാലത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ബാലകൃഷ്ണ പിള്ളയല്ലേ വെറും പിള്ള. പക്ഷെ ചാപ്പിള്ളയായി കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലോട്ടോ ഉണ്ടോ നരകത്തിലോട്ടുണ്ടോ? തീർന്നില്ലേ ചാപ്പിള്ളയായി കഴിഞ്ഞാൽ. അതാണ് ആ അവസ്ഥ. എങ്ങനെ വരുന്നു അതിലേക്കാണ് കേരള കോൺഗ്രസിന്റെ പോക്ക്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാം. കേൾക്കാനും അത് മനസ്സിലാക്കാനും ഇത്തിരി ബുദ്ധിമുട്ട് കാണുമെങ്കിലും ഞാൻ പറഞ്ഞു തരാം. അതായത് കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്താ? ഇന്നലെ മിനിയാന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി കോട്ടയത്ത് പാലസ് റോഡിലുള്ള അവരുടെ ഓഫീസിൽ വെച്ച് കൂടിയിട്ട് എല്ലാവരും കൂടെ കേക്കും ചായയും ഒക്കെ കഴിച്ച് തീരുമാനമെടുത്തു, നമ്മൾ LDF-നോട് മാറുന്നില്ല. അതിനു മുമ്പുള്ള നിലപാടെന്തായിരുന്നു? നമ്മൾ അടപടലം UDF-ലേക്ക് പോകണം എന്ന് ജോസ് കെ മാണി. ജന്മത്തിൽ ഞാൻ വരില്ല എന്ന് റോഷി അഗസ്റ്റിൻ. ഞാൻ റോഷി അഗസ്റ്റിൻ പോകുന്നിടത്തേ പോകത്തുള്ളൂ എന്ന് പ്രമോദ് നാരായണൻ ആണേ. അവിടുന്ന് ആരാ? ജോസ് കെ മാണി, അതിൻ്റെ സർവോന്നതനായിട്ടുള്ള ചെയർമാനാണ്. താഴോട്ട് വന്ന് അത് ഇളവ് ചെയ്തിട്ട് ഇവരോടൊപ്പം നിൽക്കേണ്ടി വന്നത്. ഞങ്ങൾ LDF എന്നുള്ള റോഷി അഗസ്റ്റിൻ്റെ പിടിവള്ളിയിലാണ് അദ്ദേഹം നിന്നത്. റോഷി അഗസ്റ്റിൻ ഒന്നുമല്ലായിരുന്നു. KM മാണി വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ അദ്ദേഹം ഒന്നുമല്ല. അവരുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടി ചുമക്കാനും ഒക്കെ നടക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ്. മന്ത്രിയായി കഴിഞ്ഞപ്പോൾ ചൗര്യം കാണും. കേരള കോൺഗ്രസിൻ്റെ ചരിത്രം അങ്ങനെ. ഈ പറഞ്ഞത് നടന്നിരുന്നുവെങ്കിൽ ധന്യ പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് പിളർന്നേനെ. പിന്നെ ഒന്നുമില്ല, തീർന്നു. KM മാണി പോയതോടുകൂടി തീർന്നു. നമ്മൾ കണ്ടില്ലേ, ഭരിക്കാൻ നയിക്കാനും ആളില്ല. എക്സാക്ട്ലി. പാല പോലും അവർക്കില്ല. ഈ സിംപ്ലൻ വേഷത്തിൽ ഇങ്ങനെ ചുരുളനായിട്ട് നടന്നാൽ വല്ലതും വോട്ട് കിട്ടുമോ? പ്രവർത്തിക്കണം, അതിന് തന്ത്രം വേണം, വിശാലം ബ്രെയിൻ വേണം. മാണി സാറിന് അതുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? ഈ തലമുറയ്ക്ക് അതുണ്ടോ? സംശയമാണ്. അപ്പോൾ അങ്ങനെ ഒരു പരുവത്തിലാണ് നിൽക്കുന്നത്. അവരുടെ ബേസ് മുഴുവൻ കോട്ടയത്ത് പോയി, പത്തനംതിട്ടയിലും പോയി. അങ്ങനെ ഇനി മലബാറിലെങ്ങാനും കുടിയേറ്റ കർഷകർക്കിടയിലുണ്ടാകാം ചില സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്. പക്ഷേ അവിടെയും വലിയ ഹോപ്പൊന്നുമില്ലെന്നാണ് കാര്യങ്ങൾ സൂചിക്കുന്നത്. ആർക്കും ഇതിൽ താല്പര്യമില്ല. അധ്വാന ശക്തിയുടെ രാഷ്ട്രീയം, അതിൻ്റെയൊക്കെ കാലം കടന്നുപോയി. വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ വിദേശത്ത് പോകേണ്ട ഒരു സ്ഥിതി ഒഴിവാക്കുക. വയസ്സുകാലത്ത് ഒരു തുള്ളി വെള്ളം തൊണ്ടയ്ക്ക് ഒഴിച്ചു തരാൻ ഈ മക്കൾ അടുത്ത് വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇവന് വോട്ട് ചെയ്ത് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് വന്നത്. കേരളത്തിൽ മധ്യ തിരുവിതാംകൂറിലൊക്കെ. മനസ്സിലായോ? അധ്വാന ശക്തികളെന്ന് പറയുന്നവരും എല്ലാ വീടുകളും അടച്ചിരിക്കുകയാണെന്നേ. എല്ലാവരും വിദേശത്ത് പോയിരിക്കുക. അവരെങ്ങനെ അമ്മേ മരിക്കാൻ പോകുമ്പോൾ വീഡിയോയിലിടാ ചിത്രം ഒന്ന് കാണിച്ചു തരണമെന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അതിന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് സംഘടനകളുണ്ട്. അവർ ചെയ്ത് കൊടുക്കും, ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇതാണ് പരിപാടി നടക്കുന്നത്. വീടുകളിലൊക്കെ ഭയങ്കരമായിട്ട് അച്ഛനും അമ്മയും വലിയ തരത്തിലുള്ള ഗൾഫ് സിൻഡ്രോം എന്നും പറഞ്ഞുകൊണ്ട് മക്കളെല്ലാം പോയി കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും അനുഭവപ്പെടുന്ന ആ സിൻഡ്രോം അതിപ്പോൾ വ്യാപകമായി അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇവിടങ്ങളിലേക്ക് പോകുന്ന മക്കളുടെ അച്ഛന്മാർക്കും എല്ലാം ഇതുണ്ട്. ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ റെഡ് ക്രോസ് വേണം, അല്ലെങ്കിൽ ഹോം നേഴ്സ് വേണം എന്നുള്ള സ്ഥിതിയാണ്. അതിൽ നിന്ന് മാറി കേരളത്തിൽ തന്നെ അടുത്ത ജനറേഷന് ജോലി കിട്ടുക, ആ തരത്തിലുള്ള ഒരു എൻജിനീയറിങ്, അതാണ് അവരുടെ ആഗ്രഹം. അതാണ് മോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന നമുക്കറിയാം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ LDF 8 വട്ടം പൂട്ടും. ഇന്നത്തെ നിലയ്ക്ക് വളരെ വ്യക്തം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണത്. അട്ടിമറി അവരെന്ത് കാണിച്ചാലും കസരത്ത് കാണിച്ചാലും അത് മാറാൻ പോകുന്നില്ല. അപ്പോൾ UDF വരും. UDF വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? കേരള കോൺഗ്രസ് ജോസ് കെ മാണി അധികാരത്തിൽ നിന്ന് പുറത്തു പോയാൽ അവർക്ക് കാറ്റ് പോയ ബലൂൺ ഇങ്ങനെ ഇരിക്കും. കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. അതുപോലെ നിലനിൽപ്പില്ലെന്നേ. അധികാരത്തിൻ്റെ ഇടനാഴിയിലുള്ള നിലനിൽപ്പല്ലാതെ അതിനപ്പുറം ഒരു നിലനിൽപ്പും ഇല്ലാത്ത പാർട്ടികളാണ് ഇതൊക്കെ. അധികാരം, അതിനുവേണ്ടി ബാർഗെയിനിങ്, ഇതാണ് ഇവരുടെ കച്ചവട തന്ത്രവും. അതുകൊണ്ട് അതില്ലെങ്കിൽ പിന്നെ ഇല്ല. പാർട്ടിയിൽ നിന്ന് വിട്ട ആളുകൾ എങ്ങോട്ട് പോകും? ജോസഫ് ഗ്രൂപ്പ് UDF-ലുണ്ട്, അതിലോട്ട് പോകും. ഇനിയും ഇവർ ചെല്ലാം, ഞങ്ങൾ കൂടെ വരാം എന്ന് പറഞ്ഞ് നാണം കുടുങ്ങി UDF-ൻ്റെ അടുത്ത് ചെയ്താലോ പൊല്ലേ എന്നും പറഞ്ഞ് സുരേഷ് ഗോപി പറയുന്നതായിരിക്കും പറച്ചില്ലേ. കാരണം അവർക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. ഒരു ചതി ചതിച്ചു. ഇപ്പോൾ വിസ്മയം വരുന്നില്ല, മായാജാലക്കാരൻ വന്നു, വിസ്മയം വന്നില്ല. അതുപോലെ കേരള കോൺഗ്രസിൻ്റെ VD സതീശൻ പറഞ്ഞു വിസ്മയങ്ങൾ വരും. കേരള കോൺഗ്രസ് ഇപ്പുറത്തോട്ട് വരുന്നത് കാണിക്കാൻ വേണ്ടിയാണ്. വന്ന വഴിക്കൊന്ന് അവർ തിരിച്ചുപോയി.
കേട്ടോ. ചമ്മിപ്പോയി പാതി വഴി എത്തിയപ്പോ അവര് പോയി. ഇങ്ങനെ ചതിച്ച ഒരാളിനെ VD സതീശൻ ജന്മത്ത് അനുവദിക്കുമോ? VD സതീശൻ പറവൂർ ജയിക്കുമോ, വെള്ളാപ്പള്ളിയുടെ ശാപമേറ്റുണ്ടെന്നുള്ള ഒരു വേറൊരു കാര്യം അവിടെ ഇരിക്കട്ടെ. എന്തായാലും അദ്ദേഹം പിന്നെ വേറെ എവിടെയെങ്കിലും നിന്ന് ജയിക്കുമായിരിക്കും, അതെങ്ങനെങ്കിലും ആട്ടെ, മുഖ്യമന്ത്രിയാവുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ പരിസരത്ത് അടുപ്പിക്കത്തില്ല, ഉമ്മാരെ പരിസരത്ത് കയറ്റിപ്പോരെന്ന് പറയും. മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് ഭൂരിപക്ഷം ഉണ്ടെന്നേ. മുസ്ലിം ലീഗിന്റെ ബലം ഉണ്ടെങ്കിൽ പിന്നെ എന്താ, അവർക്കൊരു 5ാം മന്ത്രിസ്ഥാനവും കൂടെ കൊടുത്താൽ മന്ത്രിസഭ മുഖ്യമന്ത്രി തന്നെ കൊടുക്കും. അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് കട്ടയായിട്ട് പോകുന്നില്ല. പക്ഷേ പ്രിയങ്ക ഗാന്ധി ഒന്ന് ജയിപ്പിച്ചെടുക്കണം വയനാട്ടിൽ. അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ജയിക്കില്ല. 8 വട്ടം തോറ്റുപോകും. കോൺഗ്രസ് പിന്നെ കാറ്റുപോയ ബലൂൺ പോലെ ഒന്നായി പോകും. അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കുപോക്കുകൾ ചെയ്യും. എന്നിട്ട് ഞാനിപ്പോൾ പറയുന്നത്, അവർ LDFനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ഒരു മധ്യ കേരള യാത്ര നടത്തുകയാണ്. മധ്യ കേരള യാത്ര, അതാണ് ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസിൻ്റെ സ്വർഗയാത്ര. കേരള കോൺഗ്രസിൻ്റെ സ്വർഗയാത്ര എന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ്. കേട്ടിട്ടില്ലേ? സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ബാക്കി വേണ്ട, സ്വർഗയാത്രയാണ് ഉദ്ദേശിച്ചത്. തീർന്നു, അടപ്പൂരി തീർന്നു. അതായത് ബുദ്ധിയില്ലാതെ, ക്രാന്തദർശിത്വം ഇല്ലാതെ, പൊളിറ്റിക്കൽ സ്റ്റഡി ഇല്ലാതെ തീരുമാനങ്ങൾ എടുത്താൽ ഇതാ ഫലം. ജനങ്ങൾ തോൽപ്പിച്ചു വിടും. എടുത്തുചാട്ടക്കാരൻ്റെ എല്ലൊടിച്ച് വിടൂ ജനം എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഒരു എടുത്തുചാട്ടമാണ് LDFിലേക്ക് അവർ പോയത്. കാരണം എന്താ? കേരള കോൺഗ്രസിൻ്റെ മനസ്സെന്ന് പറയുന്നത് UDFിനോട് ചേർന്ന് നിൽക്കുന്ന മനസ്സാണ്. മധ്യ കേരളത്തിലെ, മധ്യ തിരുവിതാംകൂറിലെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ഇവർ ചെങ്കൊടിയുടെ കൂടെ പോകുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. കാരണം സർവത്ര സമരവും നടത്തി ട്രേഡ് യൂണിയനിസവും കൊണ്ട് എന്തെങ്കിലും ഒരു പച്ച പിടിക്കാൻ ഒരു വ്യവസായം തുടങ്ങിയ, ഒരു കട തുടങ്ങിയ അവിടെ കൊടിയും പിടിച്ചുകൊണ്ട് അത് തകർക്കാൻ വരുന്ന കേരളത്തെ വ്യവസായത്തിൻ്റെ ശ്മശാന ഭൂമിയാക്കി മാറ്റിയ LDFിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ കേരള കോൺഗ്രസ്സുകാരൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അതാണ്. അതിൻ്റെ ഒരു മനോനില എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ഉണ്ടായതാണ് ഈ കേരള കോൺഗ്രസ്. ചരിത്രപരമായി തന്നെ കമ്മ്യൂണിസത്തിനെ എതിർത്ത് ഉയർന്നു വന്നതാണ് കേരള കോൺഗ്രസിൻ്റെ വികാരം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് പിന്നെ നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മധ്യ കേരള യാത്ര എന്ന് പറയുന്നത് LDFിൻ്റെ അല്ല. LDF പിന്നെ നിലനിൽക്കും, അവർ ചിലപ്പോൾ തിരിച്ചും വരും. പക്ഷേ കേരള കോൺഗ്രസ് അതോടുകൂടി അടപടലം പോയി. UDFിനെ വഞ്ചിച്ചുകൊണ്ട് അവരെ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ LDF ഉടനെയെങ്കിലും വരാൻ പോകുന്നില്ല. ആ ഒരു 5 വർഷം പുറത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ കേരള കോൺഗ്രസിൻ്റെ ബാക്കിയുള്ള കാറ്റും കൂടെ തീരും. പിന്നെ വേറൊരു കാര്യം, വലിയ അവകാശവാദം ഉന്നയിച്ചു ഇദ്ദേഹം, ജോസ് കെ മാണി. ഞങ്ങൾ 16 ഡിമാൻഡുകൾ വെച്ചു. ആ 16 ഡിമാൻഡുകളിൽ 13 പാസ്സായി. 13 LDF ചെയ്ത് തന്നു എന്നാണ് ഞാൻ പറയാം. ഒന്നൊന്നായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. ഒന്ന് പറഞ്ഞത് റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടി കേരള ഗവൺമെൻറ്. എത്ര? മാർ പാംപ്ലാനി ആവശ്യപ്പെട്ടത് 300 രൂപ. എങ്കിലേ മുതലാവൂ കർഷകന്. അല്ലെങ്കിൽ റബ്ബറിൻ്റെ ആ ചിരട്ടയുണ്ടല്ലോ, ആ ചിരട്ടയിൽ നിന്ന് ഒഴുകി വരുന്ന കണ്ണീരായിരിക്കും. ആ 300 പറഞ്ഞാൽ ഇവർ എത്ര കൊടുത്തു? 200. കഷ്ടത്തില്ല. റബ്ബർ വെട്ടുകയാണ്. സ്ലോട്ടർ ടാപ്പിംഗ് എന്ന് പറയും. പാലൂറ്റി വിട്ട് തടിയായിട്ട് വിൽക്കുക, പാലൂറ്റി വെട്ടിയിട്ട് തടിയായിട്ട് വിൽക്കുക പലരും. അത് നോക്കണം, റബ്ബർ തോട്ടാണെങ്കിൽ ചിരട്ടയുണ്ടോ എന്ന് നോക്കണം. രണ്ടാമത്തെ പറഞ്ഞത്, മലയോര പട്ടയത്തിൽ നിയമ ഭേദഗതി വല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? എത്ര പേർക്ക് ഇനിയും പട്ടയം കിട്ടാനുണ്ട്? പട്ടയം അവശേഷിക്കുന്നവർ എത്ര പേരുണ്ട്? അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ കർഷകരും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. കഴിഞ്ഞ ദിവസവും പുലി കടിച്ചു മരിച്ചില്ലേ ആൾക്കാർ? ആദിവാസികൾ മരിക്കുന്നു, അതുപോലെ കർഷകരും മരിക്കുന്നു. പടയപ്പ് അവിടെ തന്നെ ഉണ്ടല്ലോ, അരിക്കൊമ്പനല്ലേ പോയിട്ടുള്ളൂ. അതുപോലുള്ള ആനകളുടെ ശല്യം. പേടിച്ചാണ് കൃഷി ചെയ്യുന്നത്. പൈനാപ്പിൾ കൃഷിയാണ് അവരുടെ പ്രധാന വരുമാന മാർഗ്ഗം. ഇടുക്കിയിൽ, തൊടുപുഴയൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണത്. നശിച്ചു പോവുക. ചുമ്മാ നിങ്ങൾ കൊണ്ടുപോയിക്കുമെന്നും പറഞ്ഞ് തറയിലൊക്കെ ഇട്ട് കച്ചവടം നടത്തുക. അതിൻ്റെ കൂടെ ഇതെങ്ങാനും ഉണ്ടെങ്കിൽ കാടിനടുത്താണെങ്കിൽ അത് ആന മണം പിടിച്ചു വന്നിട്ട് അത് മുഴുവൻ നശിപ്പിച്ചു കളയും. അപ്പോൾ ആ ശല്യം ഇപ്പോഴും ഉണ്ട്. കുടിയേറ്റ കർഷകർ, അതിലൊരു പരിഹാരവും കേരള കോൺഗ്രസ് കൊണ്ടുവന്നിട്ടില്ല. ഇനി വേറൊരു അവരാവശ്യപ്പെടുന്ന കന്യാസ്ത്രീ മഠക്കാർക്ക് റേഷൻ കാർഡ് കൊടുത്തു. റേഷൻ കാർഡെന്ന് പറഞ്ഞാൽ ആർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴേ അതിദാരിദ്ര്യത്തിൽ നിന്ന് കഴിയുന്ന ആൾക്കാരെ അതിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയാണ് റേഷൻ കാർഡ് കൊടുക്കൽ. അതിൻ്റെ കൂട്ടത്തിൽ കന്യാസ്ത്രീ മഠങ്ങൾക്കും കൊടുത്തു. അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കുറവിലങ്ങാടെന്ന് പറയുന്ന സ്ഥലത്തെ കന്യാസ്ത്രീ മഠം അറിയാമല്ലോ. അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്ന 7 സിസ്റ്റർമാരുണ്ട്. 7 സിസ്റ്റർമാർ എല്ലാവരും ഇപ്പോൾ ഇല്ല, 4 സിസ്റ്റർമാർ. അവർ
ഈ കോഴിമുട്ട വിറ്റുമൊക്കെയാണ് ജീവിക്കുന്നത്, കോഴിയെ വളർത്തിയൊക്കെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. അതിജീവിതമാരാണ്. ഫ്രാങ്കോ മുളയ്ക്കാനെതിരെ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസ് അത് പിന്നെ പുനരുജ്ജീവിപ്പിക്കുക, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അവർ കഷ്ടപ്പെടുന്നതിന് ഈ റേഷൻ കാർഡ് കൊണ്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? റേഷൻ കാർഡ് മതിയോ? പര്യാപ്തമാവുമോ? കന്യാമഠത്തിലൊക്കെ സാധാരണ പോലെ തന്നെ അവർ കഴിഞ്ഞിരുന്നതാണ്, നല്ല ഭക്ഷണവും ഒക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആൾക്കാർക്ക് ഈ റേഷൻ കാർഡ് കൊടുക്കേണ്ട ഒരു ഗതികേടല്ലേ? ആ ഗതികേടല്ലേ വാസ്തവത്തിൽ? ഈ 4 പേരെ കേരള കോൺഗ്രസ് തന്നെ ഏറ്റെടുത്ത് വളർത്താൻ വയ്യായിരുന്നു. പക്ഷേ അല്ല, അവർ ഫ്രാങ്കോ മുളയ്ക്കലിന് അനുകൂലമാണ്, ഈ കന്യാസ്ത്രീകൾക്ക് എതിരുമാണ്. അവർക്കും കൊടുത്തു റേഷൻ കാർഡ് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കന്യാസ്ത്രീ മഠത്തിലുള്ളവർക്ക് റേഷൻ കാർഡ് കൊടുത്തതിനോടൊപ്പം നിങ്ങൾ എതിർക്കുന്ന ഈ കന്യാസ്ത്രീകൾക്കും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പരിഗണിക്കുന്നില്ല. ഇനി മുനമ്പം ഭൂമിയുടെ കാര്യത്തിൽ അത് പതിക്കാൻ തീരുമാനമായെന്നവർ. പതിക്കാൻ തീരുമാനമായതുകൊണ്ട് അവർക്ക് വസ്തു വിൽക്കാൻ പറ്റുമോ? ഇപ്പോഴുമായിട്ടില്ല. വസ്തു ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം റവന്യൂ വകുപ്പ് കൊടുക്കണം. മനസ്സിലായോ? ഇപ്പം എങ്ങനെ കോടതിയിൽ ആരാ ഇത് ഭൂമി പതിക്കാൻ തീരുമാനമെടുത്തത്? കേരള ഗവൺമെൻറ് ആണെന്നാണ് ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ വെച്ചത്. നമുക്ക് ഓർമ്മയുണ്ട്. ആരാ? ഹൈക്കോടതിയാണ്. ഹൈക്കോടതി പറഞ്ഞത് ഗവൺമെൻറ് ചെയ്ത കാര്യമേ അല്ലത്. ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇനി പതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. തീരുമാനമെടുത്തത് കോടതിയാണ്. ആളുകളെ പറ്റിക്കരുത്. ആളുകളെ പറ്റിക്കുകയാണ്, വഞ്ചനയാണിത്. അങ്ങനെ അതെന്തുകൊണ്ട് ഹൈക്കോടതി അങ്ങനെ ചെയ്തു? കാരണം ആ വഖഫ് അമെൻഡ്മെൻറ്റ് ആക്ട് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കി അത് കൊണ്ടുവന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഹൈക്കോടതിക്ക് ആ ഒരു സ്പിരിറ്റ് തോന്നിയത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ്, അതുപോലെ കോടതിയുടെ നേട്ടമാണ്. ചുമ്മാ ആവശ്യമില്ലാത്ത കള്ളങ്ങൾ പറഞ്ഞതുകൊണ്ടൊന്നും ജനങ്ങൾ വിശ്വസിക്കത്തില്ല. തീർച്ചയായിട്ടും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുനമ്പത്ത് ആരാ ജയിച്ചു? എന്നിട്ട് LDF ജയിച്ചോ? UDF ജയിച്ചോ? ഇല്ല, ജയിച്ചത് BJP. എന്തുകൊണ്ട്? അവരോടൊപ്പം നിന്ന് അടരാടിയത് BJP-ക്കാരാണ്. അതുകൊണ്ട് താങ്കളുടെ റീഡിങ് തെറ്റാണ്, ജോസ് കെ മാണി. ഇനിയിപ്പോൾ വേറൊരു വഴിയുണ്ട് കേട്ടോ. LDF-ഉം അതുപോലെ UDF-ഉം ഒരുപോലെ തിരസ്കരിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു വഴി കൈ തുറന്ന് സ്വീകരിക്കാൻ ഒരാളുണ്ട്. പണ്ട് ലോകത്തിലെ എല്ലാ മതങ്ങളെയും പെർസിക്യൂട്ട് ചെയ്ത്, അതായത് മർദ്ദിച്ച് പുറത്താക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയാണ് ഈ മതക്കാരെ എല്ലാം 2 കൈകളും നീട്ടി സ്വീകരിച്ചു കൊണ്ടുവന്നു. എന്ന് പറഞ്ഞ പോലെ ഒരു പാർട്ടി ഇവിടെ ഉണ്ട് ഇവരെ സ്വീകരിക്കാൻ. അതായതാണ്, ഊഹിച്ചോളൂ, ജമാഅത്തെ ഇസ്ലാമിയാണോ? ഞാൻ പറഞ്ഞ അവർക്ക് അതാൽ ശുദ്ധ മുസ്ലിമിലെ തന്നെ അഹമ്മദിയരെ വേണ്ട. ഒന്ന് ബ്രെയിൻ വർക്ക് ചെയ്ത് ഒന്ന് പറഞ്ഞു. അല്ലെന്ന് BJP. അത് തന്നെ കറക്റ്റ്, അതാണ്. BJP അവർക്ക് ഇടം കൊടുക്കും. ഇനി അപ്പോൾ അവസാനം ഒന്നുകിൽ സ്വർഗയാത്ര, അവസാനം നിവർത്തിയില്ലാതെ BJP-യിലേക്ക്. അതെ, ഒന്നുകിൽ സ്വർഗയാത്ര ചെയ്യുക, അല്ലെങ്കിൽ കാവിക്കൊപ്പം. ജെന്ന് വിചാരിച്ചവർ ഇവർ നല്ല വെളുത്ത സുമുഖന്മാരാണ്, നല്ല വെളുത്ത ഷർട്ട് ഇടുന്നവരാണ്, അത് മാറ്റണ്ട. പക്ഷേ കാവിക്കൊപ്പം കൂടുക. ഇതല്ലാതെ വേറെ ഗത്യന്തരമില്ല. ഒരു 2-3 മാസത്തിനപ്പുറം നമുക്കതും കാണാം, അന്ന് കാണാം. ജനങ്ങൾ, വ്യൂവേഴ്സ് അത് ഓർത്തിരിക്കണം. അത് മാത്രമല്ല, ഗത്യന്തരം വേറെ ഒരു ഗതിയുമില്ലാത്ത ഒരു രീതിയിലേക്ക് ഇവർ വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.